ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്നെ ഫോളോ ചെയ്യുന്നവർക്കറിയാം നമുക്ക് കുറച്ച് സ്പെഷ്യൽ വീഡിയോ ആണ്. അതായത് സാംസങ് ഗാലക്സി M52 5Gയുടെ ഫസ്റ്റ് ഇംപ്രഷനും അൺബോക്സിങ്ങുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. ആദ്യം നമുക്ക് അൺബോക്സിങ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ അൺബോക്സിങ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ M52ൻ്റെ പെട്ടി എന്ന് പറയുന്നത് വളരെ സ്ലിം ആയിട്ടുള്ളത് ഒരു കുഞ്ഞി പെട്ടിയാണ്. എനിക്കത് വളരെയധികം ഇഷ്ടപ്പെട്ടു. പെട്ടി നമ്മൾ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് നമ്മളെ വെൽക്കം ചെയ്തത് നമ്മുടെ സ്മാർട്ട് ഫോൺ തന്നെയാണ്. സ്മാർട്ട് ഫോൺ എടുത്ത് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഒരു 15 വാട്ട്സിൻ്റെ ഒരു റെഗുലർ ചാർജറും കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ടൈപ്പ് C to USB-A കേബിളും കിട്ടുന്നുണ്ട്. ഇത്ര മാത്രമാണ് ബോക്സിൻ്റെ അകത്തുള്ള കണ്ടൻറ്റ്. ഇനി നമ്മൾ സ്മാർട്ട് ഫോൺ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വളരെ നല്ല ഒരു ഡിസൈൻ സ്ട്രക്ചർ തന്നെ അവർ കൊടുത്തിട്ടുള്ളതായിട്ട് എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒരു വളരെ സ്ലിം ആയിട്ടുള്ളതും വളരെ വെയ്റ്റ്ലെസ് ആയിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നു. ഭയങ്കര വെയിറ്റ് കുറവായിട്ടാണ് എനിക്ക് കയ്യിലെടുത്ത സമയത്ത് ആദ്യം തന്നെ തോന്നിയത്. ഒരു റെക്ടാങ്കുലർ ഷേപ്പിലാണ് നമ്മുടെ സാംസങ് ഇതിനെ ബിൽഡ് ചെയ്തിട്ടുള്ളത്. ആ ഒരു ഡിസൈൻ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഹാൻഡ്സ് ഓൺ ഫീലും എടുത്ത് തന്നെ പറയണം, നല്ല ഹാൻഡ്സ് ഓൺ ഫീലും എനിക്ക് കിട്ടുന്നുണ്ട്. സാംസങ് ഗാലക്സി M52നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 11 5G ബാൻഡുകളാണ് സാംസങ് ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ഫിസിക്കലി നോക്കിക്കഴിഞ്ഞാൽ വളരെ മിനിമൽ ആയിട്ടുള്ളതും ഒരു സ്ലിം ഡിസൈൻ തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. 7.4 mm ആണ് ഇതിൻ്റെ തിക്നെസ് വരുന്നത്. 173 ഗ്രാം മാത്രമാണ് ഇതിൻ്റെ വെയിറ്റ്. ഡിസ്പ്ലേ നോക്കിക്കഴിഞ്ഞാൽ 6.7 ഇഞ്ചിൻ്റെ ഒരു ഇൻഫിനിറ്റി സൂപ്പർ ആമോലെഡ് പ്ലസ് ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 ഹെർട്സ് ആണ് ഇതിൻ്റെ റിഫ്രഷ് റേറ്റ് എന്ന് പറയുന്നത്. ഫ്രണ്ടിലത്തെ ഡിസ്പ്ലേക്ക് അവർ കൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷൻ ആഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് 2 കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ബ്ലേസിംഗ് ബ്ലാക്കിലും അതുപോലെ തന്നെ ഐസി ബ്ലൂവിലും. എൻ്റെ കയ്യിലുള്ളത് ബ്ലേസിംഗ് ബ്ലാക്ക് ആണ്. ഇനി നമ്മൾ പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ ക്വാൽക്കം സ്നാപ്ഡ്രാഗൺ 778G ആണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. ആൻഡ് സാംസങ് പറയുന്നത് 55% CPU പെർഫോമൻസും അതുപോലെ തന്നെ 85% GPU പെർഫോമൻസും AI പ്രോസസ്സിംഗ് പവർ 3.5x ഇംപ്രൂവ് ആയിട്ടുണ്ടെന്നാണ്. അതുപോലെ തന്നെ നമ്മുടെ സ്നാപ്ഡ്രാഗൺ 730G ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് വളരെ വലിയൊരു ഇംപ്രൂവ്മെൻറ്റ് ഇതിനകത്ത് വരുന്നുണ്ട്. 120 ഹെർട്സ് റിഫ്രഷ് റേറ്റുള്ള ഒരു ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ സ്ക്രോളിങ്ങും അതുപോലെ തന്നെ നമ്മൾ ഫോൺ യൂസ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ഫാസ്റ്റായിട്ട് തോന്നുന്നുണ്ട്. ആ ട്രാൻസിഷൻസ് എല്ലാം ഭയങ്കര സ്മൂത്തായിട്ട് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. ആൻഡ് നമ്മൾ ഏതൊരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കി കഴിഞ്ഞാലും ഒരു പ്രത്യേക സുഖം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ട്രാൻസിഷൻസിൻ്റെ കാര്യത്തിൽ. ഇനി നമ്മുടെ ക്യാമറ നോക്കിക്കഴിഞ്ഞാൽ ഒരു ട്രിപ്പിൾ റിയർ ക്യാമറയാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. ഒരു 12 മെഗാ പിക്സലിൻ്റെ ഒരു അൾട്രാ വൈഡ്, അതുപോലെ തന്നെ 64 മെഗാ പിക്സലിൻ്റെ ഒരു മെയിൻ ക്യാമറ, 5 മെഗാ പിക്സലിൻ്റെ ഒരു മാക്രോ. ഇനി ഫ്രണ്ട് സെൽഫിക്ക് നോക്കിക്കഴിഞ്ഞാൽ 32 മെഗാ പിക്സലിൻ്റെ ഒരു ഫ്രണ്ട് സെൽഫി ക്യാമറയാണ് കിട്ടുന്നത്. ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ വളരെ നല്ല പെർഫോമൻസ് എനിക്ക് കാണാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഞാനത് വെറുതെ പറയുന്നതല്ല, നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും. സെൽഫീസ് ആവട്ടെ, വൈഡ് ആംഗിൾ ആവട്ടെ, സെൽഫി പോർട്രേറ്റ് ആവട്ടെ, അല്ലെങ്കിൽ റിയർ ക്യാമറ പോർട്രേറ്റ് ആവട്ടെ, വൈഡ് ആംഗിൾ ആവട്ടെ, ഔട്ട്ഡോർ ആവട്ടെ, മാക്രോ ആവട്ടെ, യു നെയിം ഇറ്റ്, ഏതാണെങ്കിലും വളരെ നല്ല എക്സലൻറ്റ് പെർഫോമൻസ് കിട്ടുന്നുണ്ട്. കാരണം ഒറ്റ ക്ലിക്കിൽ തന്നെ നല്ലതുപോലെ കളർ ബാലൻസ്ഡ് ആയിട്ടുള്ളതും നല്ല സാച്ചുറേഷനും അതുപോലെ തന്നെ അത്യാവശ്യത്തിന് ലൈറ്റിങ്ങും ഡീറ്റെയിൽസും എല്ലാം ഉള്ള ഫോട്ടോസ് തന്നെയാണ് വരുന്നത്. സാംസങ് ഗാലക്സി M52ൽ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട 2 ആസ്പെക്റ്റ് ആണ്. ഒന്ന് സെൽഫി ക്യാമറ, അതുപോലെ തന്നെ ഇതിൻ്റെ റിയർ ക്യാമറ എന്ന് പറയുന്നത്. ഫോട്ടോസ് എല്ലാം എക്സലൻ്റ് ആണ്. പേഴ്സണലി ഐ ലവ്ഡ് ഇറ്റ്. പിന്നീട് നോക്കുകയാണെങ്കിൽ 5000 mAh ഒരു ബാറ്ററിയാണ് സാംസങ്ങിനകത്ത് ആഡ് ചെയ്തിട്ടുള്ളത്. 25 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ആവുന്നുണ്ട് എങ്കിലും നമ്മുടെ ബോക്സിൻ്റെ അകത്ത് 15 വാട്ട്സിൻ്റെ ഒരു ഡോക്കാണ് കൊടുത്തിട്ടുള്ളത്. ആൻഡ് നമ്മൾ ഇതിൻ്റെ അകത്ത് വേറെ കുറച്ച് ചാർജിങ് സ്പെസിഫിക്കേഷൻസ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ചാർജിങ് റൊട്ടീൻ എല്ലാം അനലൈസ് ചെയ്തിട്ട് ഓട്ടോമാറ്റിക്കലി പവർ സേവിങ് മോഡിലേക്കൊക്കെ ചേഞ്ച് ആവുന്ന ഒരു ഫീച്ചർ ഇതിനകത്ത് സാംസങ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ CPU റിസോഴ്സസ് എല്ലാം ഒപ്റ്റിമൈസ് ചെയ്ത് ബാക്ക്ഗ്രൗണ്ടിലുള്ള ഡേറ്റാസ് മൊത്തം കൺസേർവ് ചെയ്ത് ബാറ്ററി സേവിങ് മോഡിലേക്ക് പോകാനായിട്ടുള്ളൊരു ഫീച്ചറും ഇതിനകത്ത് സാംസങ് കൊടുത്തിട്ടുണ്ട്. എൻ്റെ കയ്യിലുള്ള വേരിയൻ്റ് എന്ന് പറയുന്നത് 128 GB ഇൻ്റർണൽ സ്റ്റോറേജും 8 GB റാമും ഉള്ളതാണ്. അതുപോലെ തന്നെ 6 GB റാമിൻ്റെ വേരിയൻ്റ് നമുക്ക് അവൈലബിൾ ആണ്. 6 GB റാമിൻ്റെ പ്രൈസിങ് നോക്കിക്കഴിഞ്ഞാൽ 29,999 രൂപയാണ്. 8 GB പ്ലസ് 128 GB നോക്കുകയാണെങ്കിൽ 31,999 രൂപയുമാണ്. പക്ഷേ നമ്മുടെ ഈ ഒരു ഫെസ്റ്റിവൽ സീസൺ ഇപ്പോൾ നടക്കുകയാണ്. അതായത് നമ്മുടെ ആമസോണിൽ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സാംസങ് ഗാലക്സി M52 5Gക്ക് നല്ല ഓഫേഴ്സ് ഉണ്ട്. അതായത് 6 GB 128 GB വേരിയൻറ്റിന് നമുക്ക് 23,499 രൂപയാണ്. അതേസമയം 8 GB റാം 128 GB ഇൻ്റർണൽ സ്റ്റോറേജിന് 25,499 രൂപയുമാണ്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് ബാങ്ക് അനുസരിച്ച് കുറേ ഓഫേഴ്സും ക്യാഷ് ബാക്ക് ഓഫേഴ്സൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സാംസങ് ഗാലക്സി M52 വാങ്ങാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് ഓഫേഴ്സ് ആമസോണിൽ അവൈലബിൾ ആണ്.
എനിക്ക് ഇനി കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. അതായത് സാംസങ് ഗാലക്സി M52 കുറിച്ചിട്ട്. ഫിസിക്കലി നമ്മൾ നോക്കുന്ന സമയത്ത് വളരെ ക്ലീൻ ആയിട്ടുള്ളൊരു ഫിസിക്കൽ അപ്പിയറൻസ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതായത് ഒരുപാടൊന്നും അവർ പാറ്റേണോ ഡിസൈനോ ഒന്നും തന്നെ കൊടുത്തിട്ടില്ല, വളരെ മിനിമലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ടോപ്പ് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു മൈക്രോഫോൺ കാണാനായിട്ട് പറ്റും. റൈറ്റ് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ വോളിയം റോക്കറും ഫിംഗർ പ്രിൻറ്റ് സെൻസറും കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള പവർ ബട്ടൺ കാണാം. ബോട്ടം സൈഡ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ടൈപ്പ് സി പോർട്ട്, സ്പീക്കർ വെൻസ്, സെക്കൻഡറി മൈക്രോഫോൺ, അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ സിം ട്രേ വരുന്നത്. ക്യാമറ സെറ്റപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഒരു വളരെ മിനിമൽ ആയിട്ടുള്ള ഒരു ഡിസൈൻ തന്നെയാണ് അവിടെയും സാംസങ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് സാംസങ് ഗാലക്സി M52 ഒരു ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത്. ഒരിക്കലും ഇതൊരു റിവ്യൂ ആയിട്ട് കാണരുത്. ഇത് ജസ്റ്റ് സ്മാർട്ട് ഫോൺ ഞാൻ പെട്ടിക്കകത്തുനിന്ന് എടുത്തു, ജസ്റ്റ് 2-3 ഫോട്ടോസൊക്കെ എടുത്തു എന്നിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ സാംസങ് ഗാലക്സി M52 5Gയുടെ എന്തെങ്കിലും വിശേഷങ്ങൾ അറിയാനായിട്ട് കാത്തിരുന്നവർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ തൊട്ടടുത്ത് വരുന്ന ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക.